ലക്ഷ്യമാക്കി ജീവിക്കുവാൻ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിരുന്ന എല്ലാ കുരിശുകൾക്കും എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എന്നാത്തിനാച്ചാ ഉടമ്പടി എടുക്കണതെന്ന്. അതിനൊരു ഉത്തരം എന്താ സംഭവം? അതിന് ഉത്തരം നമ്മുടെ സാക്ഷ്യങ്ങൾ തന്നെയാണ്. ജോമേഴ്സിക്ക് ഇടയ്ക്കൊരു പമ്പരം ഉണ്ടാകാനുള്ള അവൾ ഇത്രയും തീക്ഷ്ണമായിട്ട്. ഞാൻ അവളെ വിമർശിക്കത്തില്ല, കാര്യം അവൾക്ക് 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ള ആളിന് ഇത്രയും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആളെന്ത് ചെയ്തിരിക്കണത്? ആളെ ചോദിക്കുന്ന മര്യാദയുള്ള കാര്യമാണ്. എന്താണ്? അവൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സിംഗ് സീറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. അത് അവളുടെ പ്രായത്തിൽ അവൾ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. അതിന് അവൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? ബാംഗ്ലൂർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ കന്നഡ പത്രം എടുത്തിട്ട് പോയിട്ടുണ്ട്. അവിടെ വിശ്വാസത്തെ അവൾ സാധൂകരിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ അവർ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൾക്ക് മനസ്സിലായി അവിടെ മലയാളം കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് കന്നഡ പത്രം തന്നെ മേടിച്ചുകൊണ്ട് പോയി അവിടെ എല്ലായിടത്തും പറഞ്ഞ് വിതരണം ചെയ്തിട്ടുണ്ട് ആൾ. കാര്യം എന്താ വെച്ചാൽ ആളിന് വിശ്വാസം വന്നത് എന്താണ്? ആളിന് വിശ്വാസം വരാൻ കാര്യം അമ്മ 2022 ഉടമ്പടി എടുത്താണ്. ഈ ജോമേശ്വര അമ്മ 2022 ഉടമ്പടി എടുത്ത ആളാണ്. അവർക്ക് 15 വർഷമായിട്ട് മൈഗ്രെയിനാണ്. എന്നിട്ട് ഈ കൊച്ച്, അവൾക്ക് 18 വയസ്സാണുള്ളത്. അപ്പോൾ അവളുടെ 3 വയസ്സിൽ മൈഗ്രെയിൻ തുടങ്ങിയതാണ്. അവൾക്കൊരു പ്രായമായി ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ അമ്മ ഇങ്ങനെ മൈഗ്രെയിൻ വന്നിങ്ങനെ തലകുത്തി കിടക്കണം കാണാം വീട്ടിൽ. തല ഇങ്ങനെ പൊട്ടണ കാരണം അവൾ പറയണത് ഞാൻ തന്നെയാണ് 6 തുകർത്ത് തലക്ക് അമ്മയ്ക്ക് വരിഞ്ഞ് വെക്കുമെന്ന്. 6 തുകർത്തെടുത്തിട്ട് അമ്മ ഇങ്ങനെ തലകുത്തി കിടക്കുന്ന കാരണം, ആ വേദന കൊണ്ട് പൊട്ടാൻ പോണ കാരണം ഈ തുകർത്തെടുത്ത് തലയ്ക്ക് ഇങ്ങനെ വരിഞ്ഞ് കെട്ടി വെക്കും. 6 തുകർത്ത്. അതാണ് അത്. ഉടമ്പടി എടുത്ത ഒറ്റ ദിവസം കൊണ്ട് ഈശോ അത് പൂർണ്ണമായി സുഖപ്പെടുത്തി. അത് കണ്ടപ്പോഴാണ് ജോ മേഴ്സി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണത്. അമ്മയുടെ മൈഗ്രെയിൻ 15 വർഷമല്ലേ. അപ്പോൾ ഉടമ്പടിയിൽ ഈശോ പ്രവർത്തിക്കുന്നുണ്ട്, അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് നേഴ്സിംഗ് സീറ്റ് എനിക്ക് മെഡിക്കൽ കോളേജിൽ വേണമെന്ന് പറഞ്ഞത്. അപ്പം അതൊക്കെ തോന്നി ചോദിക്കാൻ പറ്റുന്ന ഇടമാണ് അമ്മയോട് ചോദിക്കുക. അമ്മയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മക്കൾക്ക് എന്തും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അമ്മയോടുണ്ട്. അതാണ് ഈ ആൾക്കാരെല്ലാം രക്ഷപ്പെടേണ്ട കാരണം. അത് എന്തും ചോദിക്കാം. നമുക്ക് ഏറ്റവും നല്ല ഒരു സ്വാതന്ത്ര്യമുള്ള ഇടമാണ് അമ്മ. അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും ഓർക്കുകയും ആ കനായിലെ കല്യാണത്തിൽ അമ്മ ആ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഇല്ലായ്മ കാണുന്നിട്ട് അമ്മ ഉടനെ ആ ഇല്ലായ്മ, ആ ഒരു വിഷയം മുഴുവനും അത് ആ കുടുംബത്തിലേക്ക് യേശുവിനെ തേടിപ്പിടിക്കണ കണ്ടേ. കൂട്ടത്തിൽ നിന്ന് യേശുവിനെ തിരക്കിയെടുത്ത് തേടിപ്പിടിച്ച് ഈ വിഷയം അവിടെ അവതരിപ്പിക്കുന്നു. അമ്മ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഈ ജീവിത പ്രശ്നങ്ങളോട് പെട്ടെന്ന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ ആ വിഷയത്തെ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് യേശുവിനെ തേടിപ്പിടിച്ച് ആ വിഷയം യേശുവിനെ ഏൽപ്പിക്കുന്നതാണ്. അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. കാനായിലെ കല്യാണത്തിൽ ഇത്രയും ഇന്ധനമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഇത് ഡിഗ് ചെയ്യും തോറും നമുക്ക് ഖനികൾ, സ്വർണം ഇങ്ങനെ കുഴിച്ചെടുക്കണ പോലെയാണ് കാനായിലെ പ്രമേയം വരണത്. യേശുവിനെ തേടിപ്പിടിച്ചിട്ട് ഈ ലോകത്ത് അമ്മ ഉയർത്തുന്ന ശ്ലോകമുണ്ട്. എന്താണ് ശ്ലോകം? നിങ്ങൾക്ക് സങ്കടങ്ങളോ വേദനകളോ ഇല്ലായ്മകളോ വന്നാൽ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ്സ് പാസിഫൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ ആശ്വാസം പ്രാപിക്കാൻ യേശുവേ ആണ് അതിൻ്റെ മാർഗമെന്നുള്ള ബാനർ, സ്ലോഗൻ ഉയർത്തുന്നത് അമ്മയാണ്.
ആദ്യമായിട്ടും യേശുവിനെ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ് എന്നുള്ള വലിയ ശ്ലോകം പരിശുദ്ധ പ്രവർത്തനത്തിൻ്റെ എക്കാലത്തെ ആത്മരക്ഷയുടെയും ഭൗതിക ദൈവ സമാശ്വാസത്തിൻ്റെ സ്ലോഗൻ നടത്തണത്. യേശുവിനെ തേടിപ്പിടിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന് പറയുന്നത് ആരാണ്? അമ്മയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മയുടെ വഴികൾ പിന്തുടർന്നുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലെ ക്രിസ്തുവിനെ കക്ഷിയാക്കാൻ ആവശ്യമായ ആധ്യാത്മിക പക്വതയിലേക്ക് ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം ഒരു പരിക്ക് മാറുന്ന അവസ്ഥയിൽ പോയാലും നിങ്ങൾ ഒരിക്കലും ദൈവത്തെ സംശയിക്കരുത്. സംശയിച്ച് പോയാൽ ഇടിച്ച വണ്ടി പോലെയാണത്. വാങ്ങിക്കാമെന്ന് സാധാരണ ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല, പക്ഷെ മെക്കാനിസം മനസ്സിലാകും. ഇതെവിടെയോ തട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ വണ്ടി കച്ചവടത്തിന് നമ്മൾ ആൾക്കാർക്ക് വണ്ടി കൊടുക്കാൻ നേരത്തെ അവർ വണ്ടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വരണത് ആരുമായിട്ടായിരിക്കും? മെക്കാനിസ്റ്റുമായിട്ടാണ് വരണത്. അവർ വണ്ടി തട്ടി പൊക്കിയൊക്കെ ബാറ്ററി പൊക്കി നോക്കി അവിടെയൊക്കെ നോക്കിയിട്ടും കുലുക്കി നോക്കും. അവർ വണ്ടി ഇങ്ങനെ ഇട്ട് ആട്ടി നോക്കും. ഇത് മെക്കാനിസ്റ്റ് പറയും എവിടെയോ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഒന്നിടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പോയി 10,000 രൂപ. അപ്പം തന്നെ പോയി. ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ 10,000 രൂപ പോയി. അതെന്താ പറഞ്ഞത്? ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും തന്നെ പറഞ്ഞിട്ടില്ല. മെക്കാനിസ്റ്റ് വന്നപ്പോഴാണ് പറയണത് ഒന്ന് ഇടിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ എന്താ പറയും? അപ്പം തന്നെ 10,000 രൂപ പോയി. നിങ്ങളെ കണ്ടാൽ ഒന്നിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 10,000 രൂപ പോകും. വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. എപ്പോഴെങ്കിലും ഒരു വട്ടം സംശയിച്ചാൽ 10,000 രൂപ പോകും. അതാണ് വിഷയം. അതിപ്പോൾ ഈ ജോമേരിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. ജോമേരി വിശ്വാസത്തിലെല്ലാം ഓക്കെയാണ്. അവൾ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എൻ്റെ കോൺഫിഡൻസ് പോയെന്നാണ് പറഞ്ഞത്. മതി, വണ്ടി ഇടിച്ച് എൻ്റെ കോൺഫിഡൻസ് പോയി. അത് പ്രഖ്യാപിച്ചോള് എൻ്റെ കോൺഫിഡൻസ് പോയെന്ന്. ഒരിക്കൽ നമ്മൾ വിശ്വാസം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന വിഷയത്തിന് പുരോഗതി ഇല്ലെങ്കിൽ അത് ദൈവത്തിനിട്ട് പണി കൊടുക്കണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഇടിച്ച പോലെയാവും. അയ്യോ, ഈ ആൾക്കാർക്കെല്ലാം പറ്റിക്കുന്ന അബദ്ധം അതാ. വിശ്വാസം കൊണ്ടുപോകുന്ന വിഷയവുമായിട്ട് ഘടിപ്പിക്കും. വിഷയമായിട്ടല്ല ഘടിപ്പിക്കണത്. വിശ്വാസത്തെ വീട്, ജോലി, വിവാഹം, പെൻഷൻ, പ്രോസസ്സ്, PR എന്നും പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ അതുമായിട്ട് ഘടിപ്പിക്കും. എന്നിട്ട് അതിന് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ വിശ്വാസത്തിന് ഡാമേജ് ആകും. അപ്പോൾ എന്നാ പറയും? മെക്കാനിസം വന്ന് നോക്കുമ്പോൾ ഒന്ന് തട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നിൻ്റെ മൂല്യം പോയി. നിൻ്റെ മൂല്യം 10,000 രൂപ താഴെ പോയി. എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി. കൊല്ലം സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക സഭയിൽ നിന്ന് വരുന്നു.
ഞാൻ ആദ്യമായി എൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായിട്ട് എടുത്തത്. 2024 നവംബർ 18 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൽ ഞാൻ സമർപ്പിച്ച എൻ്റെ ജോലി സംബന്ധമായ ഒരു നിയോഗം, ഒരു എമൗണ്ട് എഴുതിയിട്ട് ആ സാലറിയിൽ എനിക്ക് ജോലി കിട്ടണം എന്നൊരു നിയോഗമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയിരുന്നത്. 2025 തീരുന്നതിന് മുമ്പ് എനിക്ക് ജോലി തരണമെന്ന് എൻ്റെ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അടുത്ത് വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുകയും ചെയ്തു. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, കാരണം അത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയാതെയാണ്, ഒന്ന് വായിച്ചു പോലും നോക്കാനാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. എങ്ങനെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തതെന്നോ എന്താണ് പറഞ്ഞതെന്നോ എനിക്കറിയത്തില്ല. അവർ ചോദിച്ചതിനെല്ലാം എനിക്ക് മറുപടി പറയാൻ പറ്റി. അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ, എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും അവിടുന്ന് മെഡിക്കൽ എടുത്ത് പോരുവാനും കഴിഞ്ഞു. ഇവിടെ വന്ന് ഓഗസ്റ്റ് 25 ഞാൻ നാട്ടിൽ വന്നതാണ്. സെപ്റ്റംബർ ആദ്യം തന്നെ എനിക്ക് അവിടുന്ന് വിസ അയച്ചു തന്നു. പക്ഷേ തടസ്സങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. എല്ലാം ഡിലേ ആയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഞാൻ സെപ്റ്റംബർ ആദ്യം വന്നു, പക്ഷേ ഉടമ്പടിയൊന്നും എടുത്തില്ല. തിരികെ പോയി, വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയി. ഓൾറെഡി വിസ വന്നിട്ടുണ്ട്. വിസ എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകാമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. എന്നെ ഇവിടുത്തെ സാക്ഷിയാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഡിലേ ആയിക്കൊണ്ടിരുന്നു. എൻ്റെ വിസ റിജക്റ്റായി. ഒക്ടോബർ 31 വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ ഏജൻറ്റ് എന്നെ വിളിക്കുന്നു. നവംബർ 4 ഞാനിവിടെ വന്നു. എൻ്റെ അമ്മയുടെ സന്നിധി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കരഞ്ഞ് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പോയി. നവംബർ 5 ഈ വിസ റിജക്റ്റ് ആയതിനു ശേഷം ഞാൻ എൻ്റെ HR ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു വിസ തരാൻ പറ്റില്ല എന്നാണ്. നവംബർ 4 ഇവിടെ വിസ ഉടമ്പടി എടുത്തു. നവംബർ 5 ഞാൻ ആ മേഡത്തിനെ കോൺടാക്ട് ചെയ്ത മേഡം പറഞ്ഞു, ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് അടുത്ത വിസ തരാൻ വേണ്ടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വിസ അവർ നവംബർ 18 ആയപ്പോഴത്തേക്ക് തന്നു. 1 ആയപ്പോഴത്തേക്ക് അപ്രൂവൽ കിട്ടി. ഡിസംബർ 1 ആയപ്പോൾ അപ്രൂവൽ കിട്ടി. പിന്നെയും തടസ്സങ്ങൾ. അത് വീണ്ടും റിജക്റ്റായി. മെഡിക്കൽ എക്സ്പയറായി. ഫസ്റ്റ് മെഡിക്കൽ എക്സ്പയറായി. വീണ്ടും മെഡിക്കൽ എടുത്തു. അതിൻ്റെ ഡേറ്റ് തീരുന്നതിന് മുമ്പിട്ട് അവർ വീണ്ടും എംബസിയിൽ നിന്ന് തിരിച്ചു വിട്ടു. HRD അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. വീണ്ടും ആ HRD അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് വിസ വീണ്ടും സ്റ്റാമ്പിങ്ങിന് വെച്ച് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പയറായി. ഫെബ്രുവരി 4 ആയപ്പോഴത്തേക്കും വിസ എക്സ്പയറായി, മെഡിക്കൽ എക്സ്പയറായി. പക്ഷേ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 28 ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് മേടിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. മാതാവേ, നീ തന്ന ജോലിയാണ്, എൻ്റെ കൃപ കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. അമ്മ തന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടാൻ അമ്മ സഹായിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് 28 ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിന് മുമ്പ് ഫെബ്രുവരി 28 അച്ഛൻ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു ഗോൾഡൻ നമ്പർ 7 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ടെന്നോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർച്ച് 7 എൻ്റെ വിസ അടിച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ 28 പ്രാർത്ഥിച്ചിട്ട് പോയി. 3 അവിടുന്ന് വീണ്ടും വിളിക്കുന്നു, നിൻ്റെ പേപ്പറെല്ലാം തിരിച്ചു വിട്ടിരിക്കുന്നു, നമുക്ക് വീണ്ടും മെഡിക്കൽ എടുക്കണമെന്ന്. 1.5 മാസത്തോളം എംബസിയിൽ കിടന്നിട്ട് വിസ റിജക്റ്റ് സ്റ്റാമ്പ് ചെയ്യുകയോ തിരിച്ചു തരികയോ ചെയ്യാതിരുന്ന എൻ്റെ വിസ അച്ഛനെ കണ്ട് 3ാമത്തെ ദിവസം എനിക്ക് അവർ തിരിച്ചയച്ചു തന്നു. 3ാമത്തെ ദിവസം അയച്ചു. 3 അയച്ചു. 4 അവർ പറയുന്നു നിൻ്റെ വിസ എത്രയും പെട്ടെന്ന് ഇതായില്ലെങ്കിൽ 7 ദിവസത്തെ സമയം മാത്രമേ HR നിന്ന് നിനക്ക് തന്നിട്ടുള്ളൂ. ഓൾറെഡി 7 മാസത്തോളം ആവുന്നു. 7 ദിവസത്തിനകത്ത് വെച്ച് ഇത് ശരിയായി കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഏജൻറ്റിനോട് ചോദിച്ചു, ഈ 7 മാസം കൊണ്ട് നടക്കാത്ത കാര്യം 7 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാണ്? കാരണം അത് അവിടെ നിന്ന് അയക്കുന്ന ഡോക്യുമെൻ്റ് ഇവിടെ വരാൻ തന്നെ 3 ദിവസം എടുക്കും. തിരിച്ച് അങ്ങോട്ട് അയക്കാനും 3 ദിവസം, 1 ദിവസം മെഡിക്കലിന്. പിന്നെ എങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനാണ്? വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വേണം. അപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, നീ എന്താണേലും പോയി മെഡിക്കൽ എടുക്കുക പെട്ടെന്ന് തന്നെ. എൻ്റെ കൈ കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ പോയി മെഡിക്കൽ എടുത്തു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മെഡിക്കലിന് പോയത്. എക്സ്റേക്ക് പോയപ്പോഴും ബ്ലഡ് എടുക്കാൻ പോയപ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മെഡിക്കൽ എടുത്തു. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയാൻ മെഡിക്കൽ ഫിറ്റായി.
3 മണിയായി റിപ്പോർട്ട് കിട്ടിയപ്പോൾ. 3 മണി വെള്ളിയാഴ്ച അന്ന് തന്നെ അവിടെ അടുത്തൊരു കൊറിയർ സെൻറ്റർ വഴി അയച്ചു. ഒരു കാരണവശാലും 3 ദിവസത്തിനകത്ത് വെച്ച് ഇതുവരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടില്ല. വെള്ളിയാഴ്ച 3 മണിക്ക് ഞാൻ ഇവിടുന്ന് അയച്ച ഡോക്യുമെൻറ്റ് ശനിയാഴ്ച 4 മണിക്ക് മുമ്പ് എൻ്റെ ഏജൻറ്റിൻ്റെ കയ്യിൽ കിട്ടി, 24 മണിക്കൂറിനകത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി അവർ സബ്മിറ്റ് ചെയ്തു സ്റ്റാമ്പിങ്ങിന്. 9-ാം തീയതി അവിടുന്ന് സ്റ്റാമ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. കറക്റ്റ് 7-ാമത്തെ ദിവസം അവിടുന്ന് HR-ൽ നിന്ന് 7 ദിവസത്തിനകത്തെന്ന് പറഞ്ഞു. ആ 7-ാമത്തെ ദിവസം എൻ്റെ വിസ അവിടെ സ്റ്റാമ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് ആയിരുന്നു. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ അമ്മയുടെ സമയച്ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സഞ്ചാരി മാതാവാണല്ലോ, എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, എൻ്റെ കാര്യത്തിൽ മാത്രം എന്ത് ഇത്രയും തന്നിട്ട് അമ്മ താമസിപ്പിക്കുന്നേ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വചനം തുറക്കുമ്പോഴൊക്കെ ഏഷ്യ 66:9 പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവം നടത്താതിരിക്കുമോ, ജന്മം നൽകി ഞാൻ നിൻ്റെ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നുള്ള തിരുവചനം എനിക്ക് കിട്ടുമായിരുന്നു. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. മനുഷ്യനെ സാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളൊക്കെ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്നെ 7 ദിവസം കൊണ്ട് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു, എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു. എല്ലാം നടക്കുന്നു, എൻ്റെ കാര്യത്തിലെല്ലാം നടക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്നലെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കൂടിയപ്പോൾ ഞാൻ നിയോഗത്തിൽ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് കിട്ടണം. ഇന്നലെ എനിക്ക് എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ വരുന്ന ശനിയാഴ്ച 4-ാം തീയതി പോവുകയാണ്. അതേപോലെ എൻ്റെ രോഗസൗഖ്യം, ഞാൻ സൗദിയിൽ 3 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ വെച്ച് വെറുതെ പോയി ഒരു യൂട്രസിൻ്റെ സർജറി സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്തു നോക്കി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് എൻഡോമെട്രിയൽ തിക്നെസ് 20 mm ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണിച്ചു. വേറൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്തു, അവിടെ അങ്ങനെ തന്നെ. അവർ പറഞ്ഞു പീരീഡ്സ് കഴിയുമ്പോൾ നീ ചെയ്ത് നോക്കാൻ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ പോയി ചെയ്ത് നോക്കിയത്. അന്നേരവും 18 mm ഉണ്ട്. അവർ പറഞ്ഞു നീ നാട്ടിൽ പോയി DNC ചെയ്യേണ്ടി വരുമായിരിക്കും, ബയോപ്സിക്ക് അയക്കേണ്ടി വരുമായിരിക്കും, എന്താണേലും നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. നാട്ടിൽ വന്ന് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു, പ്രാർത്ഥിച്ചു. മാതാവിനോട് അതിനു മുമ്പേ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് മാതാവിനെ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, യൂട്രസ് നോർമലാണ് എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നീ സ്കാൻ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. അത് ഞാൻ ബയോപ്സിക്ക് വിട്ടു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു, ഒരു കുഴപ്പവുമില്ല എന്ന്. പിന്നെ എൻ്റെ ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് കാൽമുട്ട് വേദനയായിരുന്നു. മുട്ട് മടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷെ ഞാനത് നിയോഗത്തിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് മുട്ട് മടക്കി എനിക്ക് ജപമാല ചെല്ലാൻ പറ്റിയാൽ മാത്രം മതി, എനിക്ക് അതിന് വേണ്ടിയെങ്കിലും എൻ്റെ മുട്ടൊന്ന് മടക്കാൻ പറ്റണേ. ഞാൻ ജപമാലയ്ക്കൊക്കെ പോകുമ്പോൾ ഓരോ അമ്മച്ചിമാരൊക്കെ മുട്ട് മടക്കിയെന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ദൈവം ഇത്രയും ചെറുപ്പമായി എനിക്ക് മുട്ട് മടക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ ആ വേദന ഉള്ളപ്പോഴും ഞാൻ മുട്ട് മടക്കിയത് ജപമാല ചൊല്ലി. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറേ മെഡിസിൻ അതിനുവേണ്ടി കഴിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരു മെഡിസിനും കഴിക്കാതെ കൊണ്ട് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കൊരു മുട്ടുവേദനയും ഇല്ല. ഞാൻ ജപമാല ചൊല്ലുന്നത് മുട്ടേ നിന്നുകൊണ്ടാണ്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കി ഹോസ്പിറ്റൽ തോറും കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ രോഗികളായി കഴിയുന്നവരെ പോയി കണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാനിങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അനാഥാലയങ്ങളിൽ ഒക്കെ പോയി സഹായം ചെയ്യുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എവിടെ പോയി ചെയ്യാനാണ്, എനിക്ക് ആരെയും അറിയത്തില്ല, എവിടെയാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല, എങ്ങനെ സഹായം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
അന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഉച്ചയായപ്പോൾ 2 സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട്, മോളെ ഞങ്ങളൊരു അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. അന്ന് എന്നെക്കൊണ്ട് പറ്റുന്നത് കൊടുത്തിട്ട് അപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ, കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ഉടമ്പടിയിലാണ് എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു. അത് കഴിഞ്ഞിട്ടും അവിടെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു അനാഥാലയത്തിലും ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ മുന്നിൽ വന്ന് സഹായം ചോദിക്കുന്ന ഒരു മനുഷ്യരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ആദ്യം ഇവിടെ നിന്ന് പത്രം കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ ഇത് ഞാൻ എങ്ങനെ കൊണ്ട് എല്ലാവരുടെയും കൈ കൊടുക്കും, എങ്ങനെ തീർക്കും എന്നായിരുന്നു എൻ്റെ വിഷമം. ആദ്യത്തെ കിട്ടി ഓരോ വീട് താന്തോറും കൊണ്ടു നടന്ന് കൊടുത്തു. ഓരോരുത്തർ ഓരോ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി ഇതായിട്ട് എതിരായിട്ടാണ് പറ്റിയത്, ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഡിലേയും കൂടെ വന്നപ്പോൾ ഞാനൊരു ദൈവമേ എന്നെ കൈവിട്ടോ, ഉടമ്പടി എടുത്തിട്ട് എന്നെ ഒന്ന് കൈവിടല്ലേ, ഇവരുടെയൊക്കെ മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 2ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ 3 കെട്ട് പത്രം തന്നു. എനിക്കറിയില്ല ആ പത്രം എങ്ങനെയാണ് തീർന്നതെന്ന്. ഞാൻ അവിടെ പത്രം കിട്ടുമ്പോൾ തന്നെ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങുമായിരുന്നു. കിട്ടുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടി തൈലം വാങ്ങി തേച്ച് കുരിശ് വരച്ച് അതിനകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡ് തോറും ബസ് സ്റ്റോപ്പ് തോറും ഹോസ്പിറ്റൽ തോറും എനിക്കറിയത്തില്ല, ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊടുത്തു. 3 കെട്ട് പത്രമൊക്കെ നിസ്സാര സമയം കൊണ്ട് ഞാൻ കൊടുത്തു തീർക്കാൻ പറ്റി. പിന്നെ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനി തുടർന്നും ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വളരാൻ പറ്റി. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളതല്ല, അതുകൊണ്ട് ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്ന് പറയാം, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയോ പേരിന് പോയി നിന്ന് എന്തോ കണ്ടിട്ട് പോരുന്നു എന്നല്ലാതുകൊണ്ട് ആത്മീയതയായിട്ട് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നതിനും കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല, വല്ലപ്പോഴും പ്രാർത്ഥിക്കും, കിടക്കാൻ നേരത്തുനിന്ന് ബൈബിൾ വായിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ജപമാല ചെല്ലുന്നതിനും ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവത്തെ വിളിക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് ഇത്രത്തോളം എന്നെ ഉയർത്തിയ എൻ്റെ ദൈവത്തിന് അതിനുവേണ്ടിയായിരിക്കും എന്നെ എൻ്റെ അമ്മ ഇത്രത്തോളം താമസിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി തുടർന്ന് ജീവിതകാലം മുഴുവൻ എൻ്റെ അമ്മയിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്, ഉടമ്പടിയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ ക്ഷണിച്ചത് 2023 ജൂലൈയിലാണ്. ഞാൻ ജോലി സംബന്ധമായ ആവശ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടിയിലേക്ക് വന്നതെങ്കിലും ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് ഭൗതികമായ കാര്യങ്ങളല്ല, പ്രത്യുത പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കരം പിടിച്ചുള്ള ഒരു ജീവിതയാത്രയാണ് ഉടമ്പടിയെന്ന്. അതിനുശേഷം എനിക്ക് ജോലിയിൽ കിട്ടിയ പ്രമോഷനും കാര്യങ്ങളും ഞാൻ ഇവിടെ ആദ്യം സാക്ഷ്യം പറയുകയുണ്ടായി. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് ജോലി സംബന്ധമായി ചില പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ പരമായി എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ ഞാൻ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ എനിക്കിവിടെ നിന്ന് തന്നെ നീതി കിട്ടണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഉടമ്പടി ഒപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ മാനേജ്മെൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നെങ്കിൽ ഹൈക്കോ അല്ലെങ്കിൽ പ്രമോഷനോ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2ഉം വേണം. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് പ്രമോഷന് ഹൈക്ക് നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ കാലിൽ എനിക്ക് 8ാം ക്ലാസ് മുതൽ കാലിൽ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു വർഷകാലമായപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഉടമ്പടിയിലായതിനു ശേഷം ആ അസുഖം എനിക്ക് പിന്നെ വന്നിട്ടേ ഇല്ല. ആ ചൊറിഞ്ഞ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തേക്ക് കാല് പഴുത്ത് എനിക്ക് ചെരുപ്പ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നടന്നിരുന്നത്. അതെനിക്ക് ഉടമ്പടിയിലായതിനു ശേഷം പൂർണ്ണമായും പരിശുദ്ധ അമ്മ ആ അസുഖം എന്നിൽ നിന്ന് എടുത്തു മാറ്റി.
പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഭയങ്കര മോശാവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ വർഷകാലത്ത് ചെളി അടിഞ്ഞുകൂടി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉള്ള സമയത്ത് ഞാൻ കഴിഞ്ഞ പുതുക്കലിൽ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ച് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മേ നല്ലൊരു വഴി ഞങ്ങൾക്ക് നൽകണമെന്ന്. പരിശുദ്ധ അമ്മ കഴിഞ്ഞ ഉടമ്പടി 90 ദിവസം തീരുന്നതിന് മുന്നേ തന്നെ നല്ലൊരു കോൺക്രീറ്റ് റോഡ് നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. അതിൽ ഞങ്ങൾക്ക് വഴിയുടെ വീതി എന്ന് പറയുന്നത് 2:40 അതിൽ ഞങ്ങൾക്കുള്ള വണ്ടി ഒരു 7 സീറ്ററിൻ്റെ വണ്ടിയാണുള്ളത്, ടാക്സി വണ്ടി. അപ്പോൾ അത് കയറി പോരുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2:40 എൽ ഷേപ്പിൽ കിടക്കുന്ന വഴിയിലൂടെ ഒരിക്കലും 7 സീറ്ററിൻ്റെ വണ്ടി കയറി പോകില്ല. പക്ഷേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ആ വഴിയിൽ ഉപ്പിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ എനിക്ക് 7 സീറ്ററിൻ്റെ ആ വണ്ടി കയറി പോകുന്ന രീതിയിലുള്ള വഴി ഞങ്ങൾക്ക് നൽകണമെന്ന്. അതിൻ്റെ ഫലമായി ആ ഓണർ വന്ന് ഞങ്ങളോട് വണ്ടി വളക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരം കോൺക്രീറ്റ് ചെയ്തെടുക്കാൻ പറയുകയും നല്ലൊരു വഴി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയിലൂടെ നൽകുകയും ചെയ്തു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രം മെഡിക്കൽ കോളേജുകളിലാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതുപോലെ പൊതിച്ചോറും അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ദശാംശം ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പിശുക്കിയാണ്. എനിക്ക് 5 പൈസ പൊട്ടിക്കുന്ന കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഉടമ്പടിയിലായതിനു ശേഷം എനിക്കൊരു ബോധ്യമുണ്ടായി, എനിക്ക് കിട്ടുന്ന സാലറി അത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് മാത്രമല്ല, അതിലൊരു പങ്ക് സഹായം ആവശ്യമുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യം പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു.